ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കണോ കരുതുന്നു. ഇന്നത്തെ എൻ്റെ ഗാർഡനിങ് വ്ലോഗ് റോസാ ചെടികളുടെ പരിചരണത്തെക്കുറിച്ചാണ്. റോസാ ചെടികളെ നമ്മൾ കൊച്ചു കുട്ടികളെ നോക്കുന്ന പോലെ നോക്കണം. അങ്ങനെ നോക്കുവാണെങ്കിൽ അവർ നമുക്കൊരുപാട് ഫ്ലവേഴ്സ് തരും. സാധാരണ റോസാ ചെടികൾ 1-2 ഫ്ലവറിങ് സീസൺ നല്ലവണ്ണം കിട്ടാറുണ്ട് നമുക്ക്. അതൊക്കെ കഴിയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങും. ദേ നോക്കി, ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ കുഞ്ഞായി വല്ലാണ്ട് മുരടിച്ച് അതിൻ്റെ മൊട്ടുകളൊക്കെ കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഇലകളൊക്കെ പുഴുക്കടിയായതുപോലെയും മൊട്ട് നിങ്ങൾ നോക്കി, ഇങ്ങനെയുള്ളൊരു മൊട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ചെടിയെത്തും. അത് ശരിക്കും നമ്മൾ അവയെ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് 1-2 മാസം കൂടുമ്പോൾ നമ്മളവയെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ചെടികളെ നമുക്ക് പരിചരിക്കാം, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇവയ്ക്ക് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ കൊടുത്ത് ഒരു നല്ലൊരു പൂത്തൊലഞ്ഞ റോസാ ചെടിയാക്കി എങ്ങനെ നമുക്ക് വേഗം മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നെൻ്റെ വ്ലോഗ്. ഞാൻ എൻ്റെ ഓരോ ചെടികളായി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിതാ കേടായ ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്ത് കളയുവാണ്. കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ ബഡ് വന്നതിൻ്റെ മേലെ വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് കളയാൻ. ചിലപ്പോൾ നമുക്ക് കുറച്ച് വലിയ ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. വിഷമിക്കണ്ട, നമ്മൾ മുടി മുറിച്ച് കളയുന്നത് പോലെ തന്നെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുടി ഒന്ന് ലെവൽ ചെയ്യുമ്പോൾ പിന്നീട് തഴച്ച് വളരില്ലേ, അതുപോലെയാണ്. പിന്നെ നമ്മൾ എപ്പോഴും കട്ടിങ്ങിന് ഇറങ്ങുമ്പോൾ അടുത്തൊരു പോട്ട് വെക്കുക. ഇതുപോലെയുള്ള വലിയ ട്യൂബുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പിന്നീട് മുളച്ച് കിട്ടും. പിന്നെ കൈയൊന്നും മുള്ളുകൊണ്ട് മുറിയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് ചെയ്യണം. കാരണം റോസാപ്പൂ കാണാനും ഒക്കെ വലിയ ഭംഗിയാണെങ്കിലും അതിൽ മുള്ളുണ്ടല്ലോ, എന്തിലും ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. അതിനെ അങ്ങനെ അങ്ങ് കണ്ടാൽ മതി. നമ്മൾ നല്ല കെയറായിട്ട് ചെയ്യുക. മുട്ടുള്ള പോർഷൻസൊക്കെ ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും. സാരമില്ല, നല്ലവണ്ണം ഒന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുളച്ച് വരുന്ന മുളകളൊക്കെ നല്ല രീതിയിൽ വന്നോളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം ഫിനിഷായി കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലുള്ള അൺവാണ്ടഡ് പ്ലാന്റ്സ്, ആവശ്യമില്ലാത്ത കുറച്ച് മുളകൾ ഇതിൽ കാണും, അതിനെയൊക്കെ മാറ്റുക എന്നുള്ളതാണ്. മാറ്റി വളമിടുക. അപ്പോൾ ഈ ചെടിയിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വേറൊരു പ്ലാന്റിൽ അത് നിങ്ങളെ കാണിക്കാം. ഇതേ കണ്ടില്ലേ, ഇതാണ് അൺവാണ്ടഡ് പ്ലാന്റ്സ്. അപ്പോൾ ഈ പ്ലാന്റ്സിനെ മാറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതുപോലെ ഈ വേണ്ടാത്ത കുറച്ച് ഇതേ കണ്ടില്ലേ, പോച്ചയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്, അതും പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന പഴയ വളം അതുമൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് ആദ്യം അതിനെയൊക്കെ മാറ്റുക. ഞാനിതിൻ്റെ വീഡ്സൊക്കെ മാറ്റി മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് വളം ഇടുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അതിന് മുന്നേ നമുക്ക് കുറച്ച് നനച്ച് കൊടുക്കാം. നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഞാനിതിന് ഉപയോഗിക്കുന്ന വളം എൻ്റെ വീട്ടിൽ തന്നെയുള്ള വളമാണ്, പുറത്തൊന്നും ഞാനൊന്നും വാങ്ങുന്നില്ല. അതായത് തേയില ചണ്ടിയും ആടിൻ്റെ ചാണകവും മുട്ടത്തോടും, ഇത് 3ഉം കൂടെ നല്ലവണ്ണം ഉണക്കി പൊടിച്ച് മിക്സ് ചെയ്താണ് ഞാനിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആട്ടിൻ്റെ ചാണകത്തിന് പകരം പശുവിൻ ചാണകവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എനിക്ക് പിന്നെ ഇതിവിടെ അവൈലബിളാണ്, അതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ആടിൻ്റെ ചാണകം ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ചൂടാണെന്ന് പഴമക്കാർ പറയാറുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ റോസാ ചെടികളെ നമ്മൾ ഇങ്ങനെ ട്രിം ചെയ്യുന്നത് ഒരു മഴ സമയത്തായാൽ കുറേ കൂടെ നന്നായിരിക്കും. എപ്പോഴും റോസാ ചെടികൾക്ക് എപ്പോഴും മഴയും വെയിലും നല്ലവണ്ണം ആവശ്യമാണ്. ഈ ട്രിം ചെയ്യുന്ന സമയം നമ്മൾ കുറച്ച് മഴയുള്ള ടൈമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. എന്നിട്ട് ഇതിനെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് 3ഉം കൂടെ നല്ലവണ്ണം ഉണക്കി പൊടിച്ചതിന് ശേഷം നമ്മൾ ഈ മണ്ണ് ഇളക്കിയിട്ട് ജസ്റ്റ് അതിലൊന്ന്
ഇട്ട് കൊടുക്കുക. ഞാൻ നല്ലവണ്ണം പൊടിക്കാറില്ല, ഞാനൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിടക്കുന്നതിനൊന്ന് പൊടിച്ചെടുക്കാറേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ വളയിടൽ പ്രോസസ്സും ഏകദേശം അവസാനിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെസ്റ്റിസൈഡാണ്. ഈ കർപ്പൂരം നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. കർപ്പൂരമാണ് ഞാനിവിടെ പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഒരു 4-5 കർപ്പൂരം എടുത്തിട്ട് നമ്മൾ ഈ ബോട്ടിൽ, മിറിൻഡയുടെ ബോട്ടിലുണ്ടല്ലോ, ഇതിൽ ഫുൾ വെള്ളം എടുത്തിട്ട് ഇതിൽ നിന്നും ഒരു 5 കർപ്പൂരം എടുത്ത് അതിലിട്ട് ഒരു ദിവസം ഫുൾ വെച്ചേക്കുക. നെക്സ്റ്റ് ഡേ അതെടുത്ത് നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ലീവ്സിലും സ്റ്റെമ്മിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇത് തീരുന്നത് വരെ, പിന്നെ ഇത് എത്ര നാൾ വേണോ നമുക്കിത് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സിനും വെജിറ്റബിൾസിനും ഉപയോഗിക്കുന്ന വളവും പെസ്റ്റിസൈഡും ഇതാണ്. പിന്നെ ഇത് കൂടാണ്ട് ഞാൻ കഞ്ഞിവെള്ളം ഇടയ്ക്ക് തളിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ റോസാ ചെടികളുടെ പരിചരണത്തിൻ്റെ എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഞാൻ എൻ്റെ എല്ലാ റോസാ ചെടികളെയും വളവും പെസ്റ്റിസൈഡും ഒക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല വെയിലത്ത് വെക്കണം. രാവിലെയും വൈകിട്ടും നല്ലോണം നനച്ചു കൊടുക്കുക. ഒരാഴ്ചയാകുമ്പോൾ തന്നെ ഇതിൽ പുതിയ മുളകൾ വന്ന് തുടങ്ങും. 3 ആഴ്ച കഴിയുമ്പോൾ മൊട്ടുകളും പൂക്കളും ഒക്കെ വന്ന് പൂത്തൊലഞ്ഞു നിൽക്കുന്ന നല്ല റോസാ ചെടികളായി നിങ്ങൾക്കിതിനെ കാണാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. ടേക്ക് കെയർ. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി.